ഒരു കിച്ചൺ പണിയുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിനല്ലേ. കിച്ചൺ ഒത്തിരി ഭംഗിയായിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ, എന്നാൽ വളരെ ബഡ്ജറ്റ് ഒന്നും ആവാൻ പാടില്ല, ലോ ബഡ്ജറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ എല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ ഒത്തിരി ഭംഗിയിലും വരുന്ന 4 കിച്ചൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. 4 മനോഹരമായ വീടിൻ്റെ 4 കിച്ചണാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. അപ്പൊ നമുക്കിതേ ആദ്യത്തെ വീടിന്റെ കിച്ചൺ നോക്കല്ലേ. ഈ കിച്ചൺ വന്നിട്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഡോറിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂമിന് മുകളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റോർ റൂമിലേക്ക് വരുമ്പോ നോക്കി, അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു സ്റ്റോർ റൂം തന്നെയാണ് കേട്ടോ ഇതും. നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു ചെയറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ. അവിടെ നിന്ന് എൽ ഷേപ്പിലായിട്ട് തന്നെ റാക്കും കൊടുത്തിട്ടുണ്ട്. റാക്കിന് ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നാനോ വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കൂടാതെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മോള് മൊത്തത്തിൽ വൈറ്റ് കളർ ടൈലും നമ്മുടെ ആ ഒരു റാക്കിന്റെ ഭാഗത്ത് ഷോവാണ് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സെറാമിക് പ്രിന്റഡിൽ വരുന്ന ടൈലും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇനി നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ അടുപ്പിന്റെ സെറ്റിങ്സ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാത്ത തരത്തിൽ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സിങ്കിനായാലും ഗ്യാസ് സ്റ്റവിനായാലും അതുപോലെ തന്നെ അടുപ്പിനൊക്കെ സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കട്ടെ എപ്പോഴും. ഇനി നമ്മുടെ സിങ്കിന്റെ ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇനി സിങ്കിന്റെ ആ ഒരു വോളിലൊക്കെ ആയിട്ടും ആ ഒരു സെറാമിക് പ്രിന്റഡ് ടൈൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് ഫുഡ് ഡൈനിങ്ങിൽ ഡയറക്റ്റ് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തതാണ് കേട്ടോ. കൂടാതെ നമുക്ക് അവിടെ വന്ന ആൾക്കാരെ കാണാനൊക്കെ പറ്റും. അത് സൂപ്പർ ആയിട്ടില്ലേ. ഇനി ഇതാ ഈ റാക്കിന് താഴെയായിട്ടും ഇതുപോലെ ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ നോക്കിയാലോ. ഈ കിച്ചണല്ലേ കിഡിലൻ ഇന്റീരിയറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടിന്റെ മനോഹരമായിട്ട് ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഒരു വൈറ്റ് തീമിലാണ് മൊത്തത്തിൽ നമ്മുടെ കിച്ചണിന്റെ സെറ്റിങ്സ്. ഇവിടെ ഒരു സി ടൈപ്പിലാണ് റാക്ക് വന്നിട്ടുള്ളത്. റാക്കിന് ബേസിലൊക്കെ ആയിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് സിങ്കിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് തന്നെ 4 മിനി വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ ഇവിടെ മുകളിലായിട്ടൊക്കെ ഇതുപോലെ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ കിച്ചണിന്റെ സെറ്റിങ്സ്. ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സ്റ്റവിന്റെ ഒക്കെ ആ ഒരു ഏരിയ വരുന്നത്. അവിടെ ആയിട്ടും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ശേഷം നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് അവൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ ഇതുപോലെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റാക്കിന് താഴെയായിട്ടും ഇതുപോലെ വൈറ്റ് കളറിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ക്യാബിൻസിന്റെ ഒക്കെ സെറ്റിങ്സ്. ആ ഒരു വൈറ്റ് കളർ തീം എന്ന് പറയുന്നത് നല്ല ഭംഗിയല്ലേ ഈ കിച്ചണിനൊക്കെ. അത് നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നവർക്കൊക്കെ ഓക്കെ ആയിരിക്കും അല്ലേ. മുകളിലായിട്ടും 2 വശത്തായിട്ടും ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നേരെ കാണുന്ന വോളിൽ ഒരു 3 ഡോർ വിൻഡോ കാണാം. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ടോൾ യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജിന്റെ സെറ്റിങ്സ്. അതിനോട് ചേർന്ന് തന്നെ ഒരു വെജിറ്റബിൾ ഒക്കെ വെക്കാവുന്ന രീതിക്ക് ഒരു ഷെൽഫ് കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിൽ വന്നിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കിടിലനാണ്. ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് വന്നിട്ടും സൂപ്പറാണ്. ഈ വീട് മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഡീറ്റെയിലും വീഡിയോ ഒന്ന് കണ്ടോക്കണേ. ശേഷം ഇനി ഇവിടുത്തെ മൂന്നാമത്തെ വീടിന്റെ കിച്ചൺ ആണ് കേട്ടോ നോക്കുന്നത്. ഈ കിച്ചൺ വന്നിട്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഈ ഒരു കിച്ചൺ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യേ.
ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ട് ഗ്രാനൈറ്റും താഴെ വുഡൻ ലൂവേഴ്സ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. 2 ഹൈ ചെയറും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ റാക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ റാക്കിന് ബേസിലായിട്ടും ഗ്രാനൈറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഗ്യാസിന്റെ സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് വിൻഡോസ് കാണാം. ഇനി ഇതാണ് കേട്ടോ ഈ കിച്ചണിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ക്യാബിൻസിന്റെ സെറ്റിങ്സ്. കൂടാതെ താഴെയും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. മുകളിൽ ആ ഒരു ക്രോക്കറി യൂണിറ്റിനുള്ളിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു ടോൾ യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ ഫ്രിഡ്ജിന്റെ സ്പേസും വരുന്നുണ്ട്. എടുത്തു പറയേണ്ടത് നല്ലൊരു കളർ തീമിലാണ് കേട്ടോ ഇവിടെ കിച്ചൺ സെറ്റിങ്സ്. ഇനിയിപ്പോ മുകളിൽ സീലിംഗിലായിട്ടും സിമ്പിൾ ആയിട്ടാണെങ്കിലും എന്നാൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ ഒരു സീലിംഗ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. സോ ഇവിടെ ആയിട്ട് തന്നെ അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താഴെ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കാണാം. അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സിങ്കും വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിടിലൻ ഇന്റീരിയർ വർക്ക് നോക്കുന്ന ആൾക്കാർക്ക് ഈ വീടിന്റെ വീഡിയോ മസ്റ്റ് വാച്ച് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാനലിലുണ്ട്, കയറി വെക്കുക. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നതില്ലേ 4 ബെഡ്റൂമോട് കൂടിയിട്ട് ഇരുനിലയിലായിട്ട് നല്ല ഭംഗിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഒരു വീടിന്റെ കിച്ചൺ ആണ് കേട്ടോ. ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആവുന്ന രീതിക്കാണ് കേട്ടോ ഈ കിച്ചന്റെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. ഇതുപോലെ സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ വന്നിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ റാക്ക് ഒക്കെ വരുന്നുണ്ട്. അവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കിച്ചണിലല്ലേ ഈ കബോർഡ് വർക്കൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കിച്ചണിന്റെ ലുക്ക് തന്നെ വേറെ ലെവലായിരിക്കും കേട്ടോ. ഇത് ഈ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഭാഗത്തായിട്ട് അടുപ്പ് വരുന്നുണ്ട്. കൂടാതെ സ്റ്റോറേജിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള ആ ഒരു റാക്കിലായിട്ടാണ് സിങ്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അടുപ്പ് വരുന്നുണ്ട്. മുകളിലായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിൾ കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിച്ചൺ നോക്കുന്നവർക്ക് അത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഈ 4 വീടുകളുടെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാലേ ഈ കിച്ചണിനേക്കാളും ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ഈ 4 വീടിന്റെയും ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് 3 വീടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്റീരിയറും വരുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു സാധാരണക്കാരനും ഇൻക്ലൂഡ് ചെയ്യാവുന്ന തരത്തിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി മനോഹരമായ ഇന്റീരിയറിൽ വരുന്ന 4 ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു ഹോളിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നാളെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചാളി. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ കമൻറ്റിലൂടെ പറയണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ ഫ്രം ഹൈസം വ്ലോഗ്സ്.